എറണാകുളം താന്തോന്നിത്തുരുത്തിൽ കാപ്പ കേസ് പ്രതി ശ്രീരാജിനെ വെച്ച് ഓടിച്ചിട്ട് പിടികൂടി പോലീസ്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ശ്രീരാജ്. ശ്രീരാജിനെ മുളവുകാട് പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറെ നാളായി നോട്ടപ്പുള്ളിയായിരിക്കും പോലീസിന്റെ. ഇപ്പോൾ എങ്ങനെയാണ് ശ്രീരാജിനെ പിടികൂടിയിരിക്കുന്നത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിൻ്റെ സ്ഥിരം നോട്ടപ്പുള്ളിയാണ് ഇയാളെ പെട്ടെന്ന് പിടികൂടാൻ പോലീസിന് കഴിയില്ല. കാരണം എറണാകുളം നഗരത്തിനകത്ത് കുഴപ്പങ്ങളുണ്ടാക്കിയ ശേഷം ഇയാൾ താന്തോന്നിത്തുരുത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് പതിവ്. അവിടെ നിന്ന് പെട്ടെന്ന് പോലീസിന് ഇയാളെ പിടികൂടുക സാധ്യമല്ല. എന്തായാലും ഇന്ന് മുളവുകാട് പോലീസിന് ഇയാളെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പോലീസ് ഇയാളെ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇയാൾ ഒളിവിൽ താമസിക്കുന്ന ഇടവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി മുളവുകാട് പോലീസ് താന്തോന്നിത്തുരുത്ത് വളയുകയും പോലീസിനെ കണ്ടതോടുകൂടി പോലീസിനെ ആക്രമിച്ച് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും വെള്ളക്കെട്ടുകളും ചെളിയും നിറഞ്ഞൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പുറമെ ഇയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സഹായവും ലഭിച്ചിരുന്നു. എന്നാൽ പോലീസുകാർ ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഇന്ന് അല്പനേരം മുൻപാണ് ഇയാളെ പിടികൂടിയത്. ഇതിനിടയിൽ ഇയാൾ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സ്വാതി. ശരി സഹിൻ, എറണാകുളം താന്തോന്നിത്തുരുത്തിലാണ് കാപ്പ കേസ് പ്രതി ശ്രീരാജിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ശ്രീരാജ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളിയുമായിരുന്നു.